ഹലോ ഗൈസ്, ഞാനപ്പോൾ ഈ വർഷം ചില ആൾക്കാർ തിരിച്ചറിഞ്ഞ വർഷമാണ് കേട്ടോ. അതായത് എനിക്കങ്ങനെ വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ ആൾക്കാരെയും എൻ്റെ ആൾക്കാരായിട്ട് തന്നെ കണ്ടിരുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ ആൾക്കാരായിക്കോട്ടെ, അമ്മയുടെ ആൾക്കാരായിക്കോട്ടെ, ചേട്ടൻ്റെ ആൾക്കാരായിക്കോട്ടെ, ചേച്ചിയുടെ ആൾക്കാരായിക്കോട്ടെ, ഹസ്ബൻഡിൻ്റെ ആൾക്കാരായിക്കോട്ടെ, അങ്ങനെയുള്ള ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അച്ഛനും എല്ലാവരും ആയിക്കോട്ടെ, ഞാൻ എല്ലാവരും എൻ്റെ ആൾക്കാരായിട്ടാണ് കണ്ടത്. പക്ഷേ പലരും എന്നോട് അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ കാര്യം അറിഞ്ഞിട്ടും എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗം കൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാക്കിയിട്ട് പോലും എന്നെ ബ്ലെയിം ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ്, അതായത് അവരുടെ ആളാണ് അവർക്ക് വലുത് എന്ന് എനിക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ മനസ്സിലാക്കി തന്നു കുറേ ആൾക്കാർ. അപ്പോൾ ഞാൻ ഇത്ര നാളും അവരെൻ്റെ ആൾക്കാരാണെന്ന് ചിന്തിച്ചതിൽ എന്തർത്ഥമാണ് ഉണ്ടായത്. അപ്പോൾ എനിക്കങ്ങനെ ചില ആൾക്കാരെ മനസ്സിലാക്കി തന്നൊരു വർഷമായിരുന്നു 2025 എന്ന് പറയുന്നത്. അതായത് ഈ നിറം മാറുന്ന ആൾക്കാരെ നമ്മൾ ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ന്യായമായിട്ടുള്ളൊരു കാര്യത്തിലാണ് നിൽക്കാറുള്ളത്. എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ആരാണ് പ്രശ്നം തുടങ്ങി വെച്ചത്, ആരുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നം ഉണ്ടായത്, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായി, അപ്പോൾ ഇതിങ്ങനെ ഇല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറയും. അല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയ ആളെ മനസ്സിലാക്കി പ്രശ്നം കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മളെ ബ്ലെയിം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മളവർക്ക് ആരുമല്ല, നമ്മളവർക്ക് പ്രിയപ്പെട്ടതായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു അടി നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വിശ്വസിക്കാതിരിക്കുക കേട്ടോ.